ഇവിടെ വരാതെ ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാതെ ചുമ്മാ അപരാധങ്ങളൊന്നും പറയാതെ കേട്ടോടാ. അതാണ് ആൺകുട്ടികൾ. ഇതേതാ ഒരു പുതുമുഖം, കഞ്ചാവടിച്ച കോഴിയെ പോലെ ഇരുന്ന് പരുങ്ങുന്നത് കണ്ടോ? കറക്റ്റ്, പയ്യൻസ് ഒരു പുതുമുഖമാണ്. അരങ്ങേറ്റം ഇവിടെ തന്നെ ആട്ടെന്ന് ഞങ്ങൾ കരുതി. അതിനെന്താ, നമുക്ക് തങ്കമണിയെ ഏൽപ്പിച്ചു കളയാം. അതെ അതെ, തങ്കമണിയാ പറ്റിയത്. ഇവന്റെ തന്തപടി പോറില്ല, ഒറ്റ മോന. ഇവനെ ലേലട്ടിറക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തങ്കമണി വേണ്ട. കുഞ്ഞുങ്ങളും പേടിച്ചാലോ? രാധയാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല. അവളും അത്തരക്കാരിയാണല്ലോ. ബാബുഞ്ഞെ പതുക്കെ സൂക്ഷിച്ച്. നിങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയണ്ട. ഇവിടുമാരൊക്കെ എവിടെ പോയി? രണ്ട് മാന്യന്മാർ വന്നിട്ട് എത്ര സമയമായി? ഓരോരുത്തരും വന്ന് വിളിച്ചിട്ട് പോവിനടി. ബാബുഞ്ഞെ വരൂ, പേടിക്കാതെ വരൂ. എന്തിനാ ഇങ്ങനെ സുഖത്ത് വിളിക്കുന്നത്? വെറുതെ ഒരു ആദ്യമാണ് അല്ലേ? നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണെന്ന് തോന്നുന്നു. ഇത്ര ചെറുപ്പത്തിലെ വേശ്യാലയത്തിൽ വന്ന് എന്തിനു ജീവിതം നശിപ്പിക്കുന്നു? അനിയ, എന്റെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഞാൻ പറയുകയാണ്. ഈ അഴുക്കുചാലിൽ വീണിട്ടുള്ളവരാരും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഇവിടെ പലരും വരുന്നു, പോകുന്നു. പ്രായഭേദമില്ല, ജാതിഭേദമില്ല. പണം കൊടുത്താൽ ഏത് പകരുന്ന രോഗമുള്ളവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് സുഖം വാങ്ങാം, നിമിഷ നേരത്തെ സുഖം. പക്ഷേ അതോടെ നിങ്ങളുടെ പഠിപ്പും ആരോഗ്യവും ഭാവിയുമാണ് തകരുന്നത്. വലുതാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തന്നെ താറുമാറായി പോകും. ദയവ് ചെയ്ത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ. രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോ നിങ്ങൾ എന്തിനൂടെ കഴിയുന്നു? കഴിയാൻ ആഗ്രഹിച്ചതല്ല, ചതിവിൽ വന്നുപെട്ടതാണ്. എന്നാൽ രക്ഷപ്പെടാൻ നോക്കാത്തത്? അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇനി രക്ഷപ്പെട്ടും ഫലമില്ല. അരുത്, ഇനി വലിക്കരുത്. ഈ ചേച്ചി പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഞാൻ പോകുന്നു. ഇനി ഇതുപോലുള്ള മറ്റൊരിടത്തേക്കും ഈ കാലുകൾ ചലിക്കരുത്. മരിച്ചു ജീവിക്കുന്ന ഒരു എളിയ സഹോദരിയുടെ അപേക്ഷയാണിത്. ഹലോ മീനമ്മ, ഹൗ ആർ യു? ഹായ് പീറ്ററോ. എന്റെ കാമുകി പറഞ്ഞ അവിടെ തങ്കി, വാസന്തി, ജൂലി, മൈ ഡിയർ. ആരെയും തഴയുന്ന പ്രശ്നമേ ഇല്ല. എന്നാ ഇതെല്ലാരും കൂടെ വീതിച്ചെടുത്തോ. ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചില്ല, ഒരു സൂട്ട് കേസ് അടിച്ചു. ജയന്തി ജനത എക്സ്പ്രസ് അതിവേഗം പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ്. ഈ പെട്ടി എന്നെ നോക്കി ചിരിക്കുന്നു. ഉടമസ്ഥനെ എനിക്കറിയാം, 100-10 രൂപ പലിശ വാങ്ങിക്കുന്നവനാ. അയാള് ബാത്റൂമിൽ പോയതൊക്കെ നോക്കി ഞാൻ എവനെ അടിച്ചോണ്ടിഞ്ഞ് പോന്നു. ഈ പണം സമ്പാദിക്കാൻ പറ്റിയതല്ല. ബാക്കി നീ നമ്മി വെച്ചോ. ടീച്ചർ, എന്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പെട്ടിയോടെ തന്നത്. രാധമ്മ ഇവിടെ എന്നെ ചതിച്ചു പീറ്റർ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്താമോ?
ശരി, ഞാൻ രക്ഷപ്പെടാം. അവരറിയാൻ വിടില്ല. എന്നെ ഇവിടെ ആരും തടയില്ല. വേഗം തയ്യാറായിക്കൊള്ളൂ. അപ്പോഴേ നിന്നമ്മ ആ വന്നോ? പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ പോവാം. നീയാണടാ പീറ്റർ? നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാതൊന്നും വിഷമിക്കാതെ, ഞാൻ ഉടനെ മടങ്ങി വരും. വന്നാൽ ഉടനെ ശരിയാക്കും. ഉടനെ ഇങ്ങ് വരും. മജിസ്ട്രേറ്റ് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയ്ക്ക് പറയല്ലേ സാറേ, എന്റെ തന്ത മജിസ്ട്രേറ്റല്ല, പാലത്തിങ്കൽ പൗലോസാ. പിന്നെ ഞാനൊരല്പം പെശക. ദേഹം ഇളക്കല്ലേ സാർ. സാർ എന്നെ അറസ്റ്റ് ചെയ്യും, കോടതി ജയിലയക്കും. അവധി കഴിഞ്ഞ് വീണ്ടും പുറത്തു വരും, വീണ്ടും ഓടിക്കും. മോഷണത്തിന് വധശിക്ഷ ഒന്നുമില്ലല്ലോ. നടക്കാം. കൊണ്ടുവന്നതെല്ലാം വീതിച്ച് തീർന്നുപോയി സാറേ. സാറിന് തരാനൊന്നുമില്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോ 50-50. ഇതാണടാ പെട്ടി. അതെ, എടുക്കാം. ഇങ്ങനെ അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ നോക്കാം. നടക്കാം. നടക്കടാ. അവന്റെ നാശം. അയ്യോ, എന്താ വസന്തി? ഇത് കണ്ടോ? ഒരുത്തൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. അവനൊരു രസം. കണ്ടവന്റെ പണം വാങ്ങിച്ച് നീ ഇവിടെ ഇരുന്ന് കൊള്ളുന്നോ? അയാൾ അവിടെ കിടന്ന് തെറി പറയുന്നു. എടീ ചെല്ലടി അങ്ങോട്ട്. ഇത് കണ്ടോ? ഞങ്ങളും മനുഷ്യരല്ലേ, ജീവനോട് ചുട്ടുകരിച്ചാലോ? വരുന്നവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണോടി, അതിനാ അവര് പണം തരുന്നു. എനിക്ക് വയ്യ. അയാൾ കണ്ടമാനം കുടിച്ചിരിക്കുന്നു. വേറെ വല്ലവരെയും പറഞ്ഞു വിട്. അയാൾക്ക് നിന്നെ തന്നെ വേണോന്ന്. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതനുസരിക്ക്, ഇല്ലെങ്കിൽ കൊന്നു കെട്ടിക്കും. എന്നാ അങ്ങനെ നടക്കട്ടെ. പൊടി അങ്ങോട്ട് പോവാനാ പറഞ്ഞത്. നീ പോവില്ല.